എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആഴത്തിലുള്ള ചർച്ചയിലേക്കാണ് കടക്കുന്നത്. നിങ്ങൾ പങ്കുവെച്ച ഒരു ഉറവിടത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സംഭാഷണം. വിഷയം ബ്രിട്ടനിലെ ആധുനിക മുസ്ലിം ഐഡന്റിറ്റിയാണ്. അതെ. ബ്രിട്ടീഷ് മുസ്ലിം എന്നൊരാൾ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? അതൊരു സാമൂഹിക ലേബൽ മാത്രമാണോ, അതോ അതിന് ആത്മീയമായൊരർത്ഥമുണ്ടോ? ശരിയാണ്. നിങ്ങൾ നൽകിയ ഉറവിടം ഡോക്ടർ മംനൂൻ ഖാൻ എന്ന ചിന്തകനുമായുള്ള ഒരു സംഭാഷണമാണ്. അദ്ദേഹം ഈ വിഷയത്തിന്റെ കാതലിലേക്ക് യാതൊരു മടിയുമില്ലാതെ നേരിട്ട് കടന്നു ചെല്ലുകയാണ്. അതെ, അദ്ദേഹം വെറുതെ ഉപരിപ്ലവമായി കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല. പകരം ബ്രിട്ടനിലെ മുസ്ലിം സമൂഹം നേരിടുന്ന 3 അടിസ്ഥാനപരമായ വെല്ലുവിളികളിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്നു. 1. സ്വത്വത്തെക്കുറിച്ചുള്ളൊരു ആശയക്കുഴപ്പം. 2. മതപരമായ കാര്യങ്ങളിലുള്ള അറിവില്ലായ്മ, അതായത് റിലീജിയസ് ഇല്ലിട്രസി. 3. ആധുനിക ലോകത്ത് വിശ്വാസത്തെ അതിന്റെ യഥാർത്ഥ സത്തയിൽ അവതരിപ്പിക്കുന്നതിലുള്ള ഒരു പരാജയം. ഇതിന്റെ ആദ്യത്തെ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഈ സ്വത്വ പ്രതിസന്ധി. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട മാറ്റം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുറച്ചുകാലം മുൻപ് വരെ ആളുകൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് അവരുടെ വംശീയ പശ്ചാത്തലം വെച്ചായിരുന്നു, അല്ലേ? അതെ, ബ്രിട്ടീഷ് പാകിസ്ഥാനി, ബ്രിട്ടീഷ് ബംഗ്ലാദേശി എന്നൊക്കെ. എന്നാൽ ഇന്ന് കൂടുതലായി കേൾക്കുന്നത് ബ്രിട്ടീഷ് മുസ്ലിം എന്ന ഒറ്റ ലേബലാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് നല്ല കാര്യമല്ലേ? ആളുകൾ അവരുടെ വംശീയതയേക്കാൾ വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ സൂചനയായി ഇതിനെ കാണാമല്ലോ. തീർച്ചയായും അങ്ങനൊരു വാദമുണ്ട്. പക്ഷേ ഡോക്ടർ ഖാൻ അതിലെ ഒരു അപകടം ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന വാദം എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം എന്ന വാക്കുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഒരു ക്രിയയാണ്, ഒരു വേർബ്, അല്ലാതെ വെറുമൊരു നൗൺ അല്ല. അതായത് ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു പ്രവൃത്തിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്നത് ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ ലേബലായി മാറിയിരിക്കുന്നു. ഓഹോ. ഞങ്ങൾദാ ഇത്ര പേരുണ്ട്, ഞങ്ങൾക്കിത്ര രാഷ്ട്രീയ ശക്തിയുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു ഉപാധി. അതായത് മുസ്ലിം എന്നത് നിങ്ങൾ ആയിത്തീരുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് എന്നാണോ? ഈയൊരു ആശയം തന്നെ വളരെ ശക്തമാണല്ലോ. ജനനം കൊണ്ടോ മതമാറ്റം കൊണ്ടോ തീരുന്ന ഒന്നല്ല, മറിച്ച് അതൊരു തുടക്കം മാത്രം. അതാണ് കാതലായ ആശയം. അദ്ദേഹം സജീവമായ അവസ്ഥയും, അതായത് ആക്റ്റീവ് സ്റ്റേറ്റ്, പിന്നെ നിഷ്ക്രിയമായ അവസ്ഥയും, പാസീവ് സ്റ്റേറ്റ്, തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. ശരി. ഖുർആൻ തന്നെ മനുഷ്യർക്ക് തെറ്റുപറ്റുമെന്ന് പറയുന്നു, പശ്ചാത്തപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്ന ലേബലുകളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അല്ല, മറിച്ച് ആത്മീയമായി മെച്ചപ്പെടാനുള്ളൊരു പരിശ്രമം, ഒരു സ്ട്രഗിൾ, അതുതന്നെ ഇല്ലാതാവുന്ന അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ആശങ്ക. മുസ്ലിം എന്ന പേര് സ്വീകരിക്കുന്നു, പക്ഷേ ആ പേരിന് പിന്നിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ആ വാക്ക് ഒരു പ്രവൃത്തിയെ പ്രതിനിധീകരിക്കാതെ ഉള്ളുപൊള്ളിലായ ഒരു ലേബലായി മാറുന്നു. ഇവിടെയാണ് വിഷയം കൂടുതൽ സങ്കീർണമാവുന്നത്. ഈ ലേബൽ കാരണം യഥാർത്ഥത്തിൽ സാംസ്കാരികമായ പ്രശ്നങ്ങളെപ്പോലും ആളുകൾ മതത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നോന്ന് അദ്ദേഹം പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഇപ്പോൾ ഉദാഹരണത്തിന്, ചില പ്രത്യേക സമൂഹങ്ങളിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നൊരു പ്രവണതയുണ്ടെങ്കിൽ അതിനെ പലപ്പോഴും ഇസ്ലാമികം എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിന്റെ ഭാഗമല്ല, മറിച്ച് ആ സമൂഹത്തിന്റെ സാംസ്കാരികമായൊരു പ്രശ്നമാണ്. ശരി ശരി. ഇവിടെ മുസ്ലിം എന്ന ലേബൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നായി മാറുമ്പോൾ മതവും സംസ്കാരവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാവുന്നു. എവിടെയാണ് മതം തീരുന്നത്, എവിടെയാണ് സംസ്കാരം തുടങ്ങുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഈ ലേബലുകൾ കാരണം സംസ്കാരത്തെയും മതത്തെയും ആളുകൾ കൂട്ടിക്കുഴയ്ക്കുന്നു. സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഒരുപക്ഷേ മതത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാകാം, അല്ലേ? അതുതന്നെ. ഡോക്ടർ ഖാന്റെ അടുത്ത പോയിന്റ് അതുതന്നെയാണ്. അതും നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കുപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത്: ഇസ്ലാമോഫോബിയ. അതെ, ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രധാന നിരീക്ഷണമാണ്. മതപരമായ നിരക്ഷരത. ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ ഒരു വൈരുദ്ധ്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ ശക്തമായ വാദം. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു അതിശയം തോന്നാം. ഒരു മിനിറ്റ്, അതൊന്ന് വിശദീകരിക്കാമോ? ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഇന്ന് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. മുസ്ലിങ്ങൾക്കെതിരായ വിവേചനത്തെയും വെറുപ്പിനെയും സൂചിപ്പിക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതെങ്ങനെ ദൈവശാസ്ത്രപരമായി തെറ്റാകും? ഇതിലെ യുക്തി വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാം എന്നത് ഒരു കൂട്ടം ആശയങ്ങളാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. ശരി.
ആ ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, അതിനെ വിമർശിക്കാം, എന്നിന് വെറുക്കാൻ പോലും ഖുർആൻ തന്നെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരാൾക്ക് നരകത്തിലേക്ക് പോകാൻ പോലും സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന ആശയത്തെ വിമർശനത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഫോബിയ അഥവാ ഭയം എന്ന വാക്ക് ചേർത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് അത് ദൈവശാസ്ത്രപരമായി നിലനിൽപ്പില്ലാത്ത ഒന്നാണ്. കാരണം ഒരാശയത്തിന് സംരക്ഷണം ആവശ്യമില്ല. പക്ഷെ ഒരു നിമിഷം, ഇസ്ലാമോഫോബിയ എന്ന വാക്കൊഴിവാക്കിയാൽ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വിവേചനത്തിന്റെ ഗൗരവം കുറഞ്ഞു പോകില്ലേ? ആ വാക്കിന് ഒരു രാഷ്ട്രീയമായ ശക്തിയില്ലേ? അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് പ്രായോഗികമാണോ? വളരെ നല്ല ചോദ്യം. ഡോക്ടർ ഖാൻ ഇതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സംരക്ഷിക്കേണ്ടത് ആശയത്തെയല്ല, മനുഷ്യരെയാണ് എന്നാണ്. ഓക്കെ. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്നതിനേക്കാൾ കൃത്യവും ശരിയുമായ പദം മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷം, അതായത് ആന്റി മുസ്ലിം ഹേറ്റ്രഡ്, ശരി, അല്ലെങ്കിൽ മുസ്ലിങ്ങളോടുള്ള മുൻവിധി, പ്രജുഡിസ് അഗെയിൻസ്റ്റ് മുസ്ലിംസ് എന്നതാണ്. കാരണം അത് അളക്കാൻ കഴിയുന്നതൊന്നാണ്. അത് ആളുകളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ബ്രിട്ടനിലെ മുസ്ലിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന വാക്കിന്റെ മതേതരമായ ഒരു നിർവചനം അതിന്റെ ദൈവശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കടമെടുക്കുകയായിരുന്നു. ഇത് മതപരമായ കാര്യങ്ങളിലുള്ള അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇത് നമ്മളെ അദ്ദേഹത്തിന്റെ അടുത്ത നിരീക്ഷണത്തിലേക്ക് എത്തിക്കുന്നു. ചില വാക്കുകൾ അമിതമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലേ? പ്രത്യേകിച്ചും ഇസ്ലാമികം എന്ന വിശേഷണം. അതെ, ഇസ്ലാമിക് എന്ന ലേബൽ എല്ലാ കാര്യങ്ങളിലും ചേർക്കുന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നു. ഇസ്ലാമിക് ഫാർമക്കോളജി, ഇസ്ലാമിക് ഹ്യൂമൻ ഡിഗ്നിറ്റി തുടങ്ങിയ പ്രയോഗങ്ങളെ അദ്ദേഹം ഒരുതരം പരിഹാസത്തോടെയാണ് കാണുന്നത്. അദ്ദേഹത്തിന് ചിരിയാണ് വരുന്നത്. ഒരു മരുന്ന് പ്രവർത്തിക്കുന്നത് അതിന്റെ രാസപരമായ സ്വഭാവം കൊണ്ടാണ്, അല്ലാതെ അത് കണ്ടുപിടിച്ച ആളുടെ മതം കൊണ്ടല്ലല്ലോ. ശരിയാണ്. ഇസ്ലാമിക ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് പോലെയിരിക്കും അത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ആശയം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് എന്നതുകൊണ്ട് മാത്രം അതിനെ ഇസ്ലാമികമെന്ന് മുദ്ര കുത്തേണ്ടതില്ല എന്നാണോ? സാർവത്രികമായ നന്മകളെ ഇസ്ലാം അംഗീകരിക്കുന്നു. അതിനെ സ്വന്തം പേരിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെ പരിമിതപ്പെടുത്തുകയല്ലേ? കൃത്യമായി അതാണ് പോയിന്റ്. മനുഷ്യന്റെ അന്തസ്സ്, ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന ആശയമെടുക്കാം. ഖുർആനിൽ ദൈവം ആദം സന്തതികളെ ആദരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ അന്തസ്സ് എന്നത് ഒരു സാർവത്രിക തത്വമാണ്. അതിനെ ഇസ്ലാമിക് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് ലേബൽ ചെയ്യുമ്പോൾ നമ്മൾ അനാവശ്യമായി ഒരു നമ്മളും അവരും എന്ന വേർതിരിവുണ്ടാക്കുകയാണ്. ശരിയാണ്. മറ്റുള്ളവരുടെ അന്തസ്സ് ഇസ്ലാമികമല്ലാത്ത അന്തസ്സാണോ എന്ന ചോദ്യം വരും. യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ലാത്ത എന്നാൽ ഇസ്ലാം അംഗീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയുടെ എല്ലാം ലക്ഷ്യം ഒന്നായിരിക്കാം. അപ്പോൾ എന്തിനാണ് എല്ലാത്തിനെയും ഇങ്ങനെ ലേബൽ ചെയ്തു വേർതിരിക്കുന്നത്? സത്യം പറഞ്ഞാല് ഉമ്മത്ത് എന്ന വാക്കിന്റെ കാര്യത്തിലും ഇതേ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഉമ്മത്തെന്ന വാക്കുപയോഗിക്കുന്നത് ആഗോള മുസ്ലിം സമൂഹം എന്ന ഒരൊറ്റ അർത്ഥത്തിലാണ്. പക്ഷേ ഖുർആനിലെ അതിന്റെ ഉപയോഗം അത്ര ലളിതമല്ലെന്ന് അദ്ദേഹം പറയുന്നു. അതെ, ഇത് കേൾക്കുന്നവരെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഖുർആനിൽ ഉമ്മത്ത് എന്ന പദം 60-ലധികം തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിന് ഏകദേശം 20ഓളം വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 20ഓ? വെച്ചിട്ടുണ്ട്. മറ്റു ചിലപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ജനതയെ സൂചിപ്പിക്കാൻ. അതിലും വിചിത്രമായി ചിലപ്പോൾ പക്ഷികളെക്കുറിച്ചോ നിർജീവ വസ്തുക്കളെക്കുറിച്ചോ പറയാൻ പോലും ഉമ്മത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വിശാലമായ അർത്ഥങ്ങളുള്ള ഒരു വാക്കിനെ നമ്മൾ എങ്ങനെയാണ് ആഗോള മുസ്ലിം സമൂഹം എന്ന ഒരൊറ്റ അർത്ഥത്തിലേക്ക് ചുരുക്കിയത്? ഇതിനു പിന്നിൽ എന്തെങ്കിലും ചരിത്രപരമായ കാരണങ്ങളുണ്ടോ? തീർച്ചയായും. ഉമ്മത്ത് എന്ന വാക്കിന്റെ ഈ ഇടുങ്ങിയതും സ്വത്വബോധത്തിലൂന്നിയതുമായ ഉപയോഗത്തെ അദ്ദേഹം ഒരു കൊളോണി വാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണം, ഒരു പോസ്റ്റ് കൊളോണിയൽ റിയാക്ഷനായാണ് കാണുന്നത്. അതായത് കൊളോണിയൽ ഭരണത്തിനു ശേഷം സ്വന്തമായ ഒരു ആഗോള ഐഡന്റിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിശാലമായ അർത്ഥമുള്ള വാക്കുകളെ നമ്മൾ ഇടുങ്ങിയ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ എന്ന ശക്തമായ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടി ഖുറാനിലെ വിശാലമായ കാഴ്ചപ്പാടുകളെ പരിമിതപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു പുതിയ കാഴ്ചപ്പാടാണല്ലോ. അദ്ദേഹം അതിന് വല്ല ഉദാഹരണവും നൽകുന്നുണ്ടോ? ഉണ്ട്. പ്രവാചകന്റെ ഒരു ഹദീസ് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്,
ഒരവയവത്തിന് വേദനിച്ചാൽ മറ്റുള്ളവർക്കും വേദനിക്കും. അതെ. ഇന്ന് നമ്മൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് ഉമ്മത്ത് എന്ന് പറയും. എന്നാൽ നവവി, ഇബ്നു ഹജർ പോലുള്ള ക്ലാസിക്കൽ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഉമ്മത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നതേയില്ല. ഓ, അങ്ങനെയാണോ? അതെ, അവർ പറയുന്നത് ഇത് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു വിവരണം മാത്രമാണ് എന്നാണ്. എന്നാൽ ഇന്ന് നമ്മളതിനെയെല്ലാം ഒരു പോസ്റ്റ് കൊളോണിയൽ ചട്ടക്കൂടിലൊതുക്കി ഒരു രാഷ്ട്രീയ സ്വത്വമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടർ ഖാന്റെ അഭിപ്രായത്തിൽ ഇത് മതിലുകൾ പണിയാനാണ് സഹായിക്കുന്നത്, പാലങ്ങൾ നിർമ്മിക്കാനല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ലേബലുകൾ എങ്ങനെയാണ് അവയുടെ യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെട്ട് വെറും സാമൂഹിക അടയാളങ്ങളായി മാറുന്നതെന്നാണ്. സംഭാഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്നയാൾ ഒരു മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷേ പ്രശ്നം വാക്കുകളിൽ തന്നെയാണോ? വലിയ അക്ഷരത്തിൽ എഴുതുന്ന മുസ്ലിം, ഇസ്ലാം എന്നിവയുടെ ഉപയോഗം തന്നെയാണോ പ്രശ്നമെന്ന്. അതിന് ഡോക്ടർ ഖാൻ നൽകുന്ന മറുപടി വളരെ ചിന്തനീയമാണ്. അതെ, ഇവിടെയാണ് ഈ ചർച്ച അതിന്റെ ഏറ്റവും ആഴത്തിലുള്ള തലത്തിലേക്ക് പോകുന്നത്. അദ്ദേഹം വലിയ എം ഉള്ള മുസ്ലിമും ചെറിയ എം ഉള്ള മുസ്ലിമും തമ്മിൽ ഒരു വ്യത്യാസം കാണുന്നു. ഇത് വെറുമൊരു വ്യാകരണപരമായ കാര്യമല്ല, മറിച്ച് ദൈവശാസ്ത്രപരമായ ഒരു വിഭജനമാണ്. അതെങ്ങനെയാണ്? മുസ്ലിമും തമ്മിൽ എന്താണ് വ്യത്യാസം? വലിയ എം ഉള്ള മുസ്ലിം എന്നത് ഒരു സാമൂഹികവും നിയമപരമായ ലേബലാണ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഭാഗമായി ജീവിക്കുന്നയാൾ. ശരി. എന്നാൽ ചെറിയ എം ഉള്ള മുസ്ലിം ഒരു ആന്തരികമായ അവസ്ഥയാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന് കീഴ്പ്പെട്ടവൻ എന്നാണ്. ഡോക്ടർ ഖാൻ പറയുന്നത് ദൈവശാസ്ത്രപരമായി ഒരാൾക്ക് ദൈവത്തോട് മുസ്ലിമാകാം, മുസ്ലിം ടു ഗോഡ്, ഔദ്യോഗികമായ ഒരു മുസ്ലിം ആകാതെ തന്നെ. ഇത് കേട്ടിട്ട് എനിക്ക് ആൻഡ്രൂ ഹ്യൂബർമാന്റെ കാര്യം ഓർമ്മ വരുന്നു. നിങ്ങൾ നൽകിയ ഉറവിടത്തിൽ അദ്ദേഹത്തെ ഉദാഹരണമായി പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഔദ്യോഗികമായ ഒരു മതത്തിന്റെയും ഭാഗമല്ല, പക്ഷേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡോക്ടർ ഖാന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ചെറിയ എമ്മുള്ള മുസ്ലിം ആകാൻ കഴിയുമോ? അതെ, അതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചിന്ത. ഹൃദയം കൊണ്ട് ദൈവത്തിന് കീഴ്പ്പെടുന്ന ആർക്കും ആ അവസ്ഥയിലെത്താം. അവർ ഏതെങ്കിലും മതപരമായ ലേബൽ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് വളരെ വിപ്ലവകരമായ ഒരു ആശയമാണ്. കാരണം ഇത് ആരാണ് നമ്മൾ, ആരാണ് അവർ എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും ചോദ്യം ചെയ്യുന്നു. തീർച്ചയായും. ഈ മുസ്ലിം എന്ന ചെറിയ എം ഉപയോഗിച്ചുള്ള ആശയം കേൾക്കാൻ വളരെ നല്ലതാണ്. പക്ഷേ ഒരു സംഘടിത മതത്തിന് അതിൻ്റേതായ നിയമങ്ങളും ഘടനയുമില്ലെങ്കിൽ അത് നിലനിൽക്കുമോ? ഈ അതിരുകൾ മായ്ച്ചു കളഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകില്ലേ? കാരണം സാധാരണ പണ്ഡിതന്മാർ പോലും ആൻഡ്രൂ ഹ്യൂബർമാനെ പോലുള്ള ഒരാളെ തങ്ങളുടെ സമൂഹത്തിന്റെ ഭാഗമായി കാണില്ലല്ലോ. തീർച്ചയായും ഡോക്ടർ ഖാൻ ആ പ്രായോഗികമായ വശം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യകാല പണ്ഡിതന്മാർ ഒരു സാമൂഹിക ഘടനയുണ്ടാക്കുന്നതിനായി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന വിശ്വാസ പ്രഖ്യാപനമായ ഷഹാദത്ത് പോലുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തിയത്. ശരി. ഈ ലോകത്തൊരാളെ മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ അയാൾ വിശ്വാസ പ്രഖ്യാപനം നടത്തണം എന്നൊരു നിയമം അവർ കൊണ്ടുവന്നു. അതൊരു വ്യക്തിയെ നിയമപരമായി സമൂഹത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു മാർഗമായിരുന്നു. എന്നാൽ ഈ ലൗകികവും നിയമപരമായ നിർവചനത്തെ ദൈവത്തോട് മുസ്ലിമായിരിക്കുന്ന ആന്തരികവും ആത്മീയവുമായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം വ്യക്തമായി വേർതിരിക്കുന്നു. ഇന്നത്തെ കറുപ്പും വെളുപ്പും നിറഞ്ഞ സ്വത്വരാഷ്ട്രീയത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആഴത്തിലുള്ള കാഴ്ചപ്പാടാണിത്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ബ്രിട്ടീഷ് മുസ്ലിം എന്ന ലേബലിൽ നിന്നും തുടങ്ങി സ്വത്വത്തിലെ മാറ്റം, മതപരമായ അറിവില്ലായ്മയുടെ അപകടങ്ങൾ, ഇസ്ലാമോഫോബിയ, ഉമ്മത്ത് പോലുള്ള പ്രധാനപ്പെട്ട വാക്കുകളുടെ ദുരുപയോഗം എന്നിവയെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതെ. അവസാനം മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും സംസാരിച്ചു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ്. വെറുമൊരു ലേബൽ എന്നതിനപ്പുറം അതിന്റെ സത്ത ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത. അതെ, ഇതിനൊരു പരിഹാരമായി ഡോക്ടർ ഖാൻ നിർദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയും സ്വന്തം പഠനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ്. ചോദ്യം ചെയ്യുക, വ്യാപകമായി വായിക്കുക, വ്യത്യസ്ത പണ്ഡിതരെയും ചിന്തകരെയും കേൾക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക. ശരിയാണ്. നിങ്ങൾ എഴുതുമ്പോഴാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എഴുതാനും ശ്രമിക്കുക. ഒരു റെഡിമെയ്ഡ് ഉത്തരം കണ്ടെത്തുക എന്നതിലുപരി മനസ്സിലാക്കാനുള്ള ഒരു യാത്രയിൽ നിരന്തരം ഏർപ്പെടുക എന്നതാണ് പ്രധാനം.
ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു അവസാനത്തെ ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഡോക്ടർ ഖാൻ പറയുന്നത് പോലെ ഒരാളുടെ യഥാർത്ഥ ഭക്തി അഥവാ ദൈവത്തിന് കീഴ്പ്പെടൽ എന്നത് ആത്യന്തികമായി അവനും ദൈവവും തമ്മിലുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് മതത്തിന്റെ ഔദ്യോഗിക അതിരുകൾക്ക് പുറത്തു നിലനിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു മതസമൂഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കണം? ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മതിലുകൾ കെട്ടി ഒരുമിച്ച് നിൽക്കുക എന്നതാണോ? അതോ ഏത് ലേബലിലാണെങ്കിലും എല്ലാ വ്യക്തികളെയും ആ ആന്തരികമായ ഭക്തി, ആ ചെറിയ എമ്മുള്ള മുസ്ലിമാകാനുള്ള അവസ്ഥ വളർത്തിയെടുക്കാൻ സഹായിക്കുക എന്നതാണോ?